എന്ന ഗുണമതിയായ സന്തതി. ഹൈന്ദവ വിശ്വാസത്തിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും വിശേഷപ്പെട്ടതും ഉചിതമായ ക്ഷേത്രമാണ് തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്ന പുതുക്കുളം നാഗരാജ ക്ഷേത്രം. എല്ലാ മലയാള മാസവും ആയില്യം നാളിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ആയില്യം നാളാണ് ഏറ്റവും ഉചിതം. ഇന്ന് മിഥുനമാസം ആയില്യം. എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് ആയില്യം പൂജ നടത്തപ്പെടുന്നു. പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ പ്രത്യേകം നാഗപ്രീതിക്ക് വേണ്ടി പൂജകൾ നടത്തപ്പെടുന്നു. രാവിലെ മുതൽ ഭക്തജനങ്ങളുടെ തിരക്കാണ്. നൂറും പാലും സർപ്പദോഷത്തിനുള്ള തട്ടസമർപ്പണം. ഉച്ചപൂജയോടെ നടയടച്ച ശേഷം വീണ്ടും 4 മണിക്ക് നട തുറക്കുകയും വൈകുന്നേരം സർപ്പബലി ഉൾപ്പെടെ അതിപ്രധാനമായ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. സന്താനഭാഗ്യം, കുടുംബൈശ്വര്യം, രോഗശാന്തി, മനുഷ്യരാശിയുടെ സൗഭാഗ്യങ്ങൾക്കു വേണ്ടി മനുഷ്യർ അതിപ്രാചീന കാലം മുതൽ നടത്തിവരുന്ന ഈ സർപ്പപൂജകൾക്ക് പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിൽ അതീവ പ്രാധാന്യമാണുള്ളത്. സർവ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ടേണം നാഗരാജാവിൻ്റെ തിരുവുള്ളത്തൾ. പുതുക്കുളത്ത് മനുഷ്യർ നാഗരാജാവിൻ്റെ തിരുവന്താതിൽ വന്ന് നാരദശീലാസവീണയിൽ പ്രാർത്ഥിക്കുമ്പോൾ സർപ്പദോഷം മണിതീരുക. എന്ന ഗുണമതിയായ സന്തതി. നാഗരാജാവിൻ്റെ തിരുവന്താതിൽ ഒന്ന് പാലിക്കുമ്പോൾ സർപ്പദോഷം എഴുതിയിരുന്നേ. നാഗരാജാവ് നാദീക്ഷി കേട്ട് സാധിക്കണമേ സന്തതിക്ക്.